ഇത് അബൂബക്കർ മുസ്ലിയാരുടെ ജീവചരിത്ര പുസ്തകമാണ്. വിശ്വാസപൂർവം എന്ന പേരിൽ അബൂബക്കർ മുസ്ലിയാർ കൊട്ടിഘോഷിച്ചിറക്കി. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ഇറക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്തിറക്കിയ പുസ്തകമാണ് ഇത്. സ്നേഹപൂർവ്വം, വിശ്വാസപൂർവ്വം എന്ന ഒരു വിശ്വാസമില്ല, അവിശ്വാസപൂർവ്വം എന്നാണ് എഴുതേണ്ടത്. ഈ വിശ്വാസമില്ലാത്ത വിശ്വാസപൂർവ്വം എന്ന ബുക്കിറക്കിയിട്ട് ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഈ മുടിയെപ്പറ്റി ഒരു പരാമർശമുണ്ടോ? ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഈ മുടിയെപ്പറ്റി? എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു തിരുകേശം, റസൂലുള്ളാഹിന്റെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ എൻ്റെ ജീവിതത്തിന്റെ അഭിമാനം അതാണോ? എൻ്റെ ജീവിതത്തിന്റെ ഹൈലൈറ്റ്സ് അതാണോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണോ? എനിക്കൊരു ആയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് അഭിമാനിക്കുന്നവനാണോ? ഒരു ഹദീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബിയുടേതാണെന്നോ അതുകൊണ്ട് അഭിമാനിക്കുന്നവനാണോ? ആ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അഭിമാനിക്കേണ്ടതല്ലേ? എന്നാൽ എന്ത് അബൂബക്കർ മുസ്ലിയാർ ഇത്രയും തടിച്ച ഒരു പുസ്തകം എഴുതിയിട്ട്, ഏതാണ്ട് 479 പേജുള്ളൊരു പുസ്തകം എഴുതിയിട്ട് ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും ഈ മുടിയെ സംബന്ധിച്ച് പരാമർശിക്കാതെ പോയത്? അപ്പോൾ ഒരു റെഡിമെയ്ഡ് മറുപടി ഇവർക്ക് പഠിപ്പിച്ചത് 50 കൊല്ലത്തെ ഉസ്താദിന്റെ ചരിത്രമേ ഉള്ളൂ. മനസ്സിലാക്കണം, 50 കൊല്ലത്തെ ചരിത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ അവസാനത്തിൽ കുറേ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അവസാന പേജിൽ കളർ ഫോട്ടോ അടക്കം അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതത്തിലെ ഹൈലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്രത്തോളം അറിയോ? അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കല്യാണക്കത്ത് പോലും ഇതിലുണ്ട്. മനസ്സിലാക്കണം, ആ കല്യാണക്കത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്ത്? ഹിജ്റ ഇത്രാം വർഷം ഷഅബാൻ ഇത്ര തീയതിക്ക് അന്ന് ഹൈലൈറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞായറാഴ്ച എന്താണ് തിങ്കളാഴ്ച രാവ് അസ്തമിച്ച് തിങ്കളാഴ്ച രാവ് ടി കെ മുഹമ്മദ് ഹാജിയുടെ മകൾ സൈനബയും ഞാനും തമ്മിൽ നടക്കുന്ന വിവാഹം. അങ്ങനെ കല്യാണക്കത്ത് പോലും അതുവരെ ഇതിന്റെ ഉള്ളിലുണ്ട്. വെച്ചാല് അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതത്തിൽ അബൂബക്കർ മുസ്ലിയാരുടെ കല്യാണക്കത്ത് പോലും അതിന്റെ ഉള്ളിൽ കോപ്പി എടുത്ത് ചേർത്തിട്ടാണ് ഈ പുസ്തകം ഇറക്കിയതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കേശം നിങ്ങളുടെ കയ്യിൽ, ഒന്നിൽ കൂടുതൽ കേശം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന്റെ 1-ാം പേജിൽ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതല്ലേ? എന്തേ നിങ്ങൾ ഇതിന് ഒഴിവാക്കി? എന്തേ നിങ്ങൾ ഒഴിവാക്കി? നിങ്ങൾക്കറിയാം, ആ മുടി ഇതിനകത്ത് കൊടുത്താൽ ഇയാൾക്ക് അപമാനമാണ്. ആ മുടിയുടെ വിഷയം ഈ ബുക്കിൽ ചേർത്താൽ അത് അബൂബക്കർ മുസ്ലിയാർക്ക് അപമാനമാണെന്ന് മനസ്സിലാക്കി അബൂബക്കർ മുസ്ലിയാർ അപമാനിതരാകാതിരിക്കാൻ വേണ്ടി പുസ്തകത്തിൽ നിന്ന് അത് ഒഴിവാക്കി. എന്നാൽ എല്ലാ റബീഉൽ അവ്വലും വന്നിട്ട് ഇയാൾ റസൂലുള്ളാഹിന്റെ പേര് പറയാം. സ്വന്തം ചരിത്രത്തിൽ എടുത്തു ചേർക്കാൻ മടിയുള്ളൊരു കാര്യം ഇയാൾ റസൂലുള്ളാഹിന്റെ പേരിൽ എടുത്തു ചേർക്കാണ്. അപ്പൊ റസൂലുള്ളാഹി അപമാനിക്കപ്പെട്ടാലും വേണ്ടിയില്ല, അബൂബക്കർ മുസ്ലിയാർ അപമാനിക്കപ്പെടരുത് എന്ന് പറയുന്ന വാശിയുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഗൗരവം ഉണ്ടല്ലോ. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടു നടക്കുന്ന കിബറുണ്ടല്ലോ, ആ കിബർ പറിച്ചു തീർന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. അബൂബക്കർ മുസ്ലിയാർ മറക്കരുത്, മരിച്ചു പോകണം.